നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ, ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഷോർട്ട് ഫിലിമായി? മറ്റുള്ളവർക്കിട്ട് വേല വെച്ച് അവരെ ചതിച്ച് വീഴ്ത്തുന്ന പണി അമ്മയ്ക്ക് ഇനിയും നിർത്താറായില്ലേ? നിങ്ങൾ എന്റെ അമ്മയാണെന്ന് പറയാൻ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു. കഷ്ടം. കാർത്തി, ഈ വീഡിയോ ആരെടുത്ത? ദേവമ്മ എടുത്തത്. അമ്മ ഇത് എടുത്തില്ലായിരുന്നെങ്കിൽ മീനാക്ഷിയുടെ സ്ഥിതി ഇപ്പൊ എന്താവുമായിരുന്നു? നിങ്ങളെ കുറിച്ച് എനിക്ക് ലജ്ജ തോന്നുക. രാമേട്ടാ, കണ്ടില്ലേ അവൻ എന്നോട് പറഞ്ഞിട്ട് പോയത്? മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മോഹിക്കൊരു സാവിത്രി. അത് പറഞ്ഞു പറഞ്ഞ് പഴകിയൊരു വാചക. സാവിത്രി കുട്ടി, എന്താ രാമേട്ടാ? നീ വാ. എന്താ? മീനാക്ഷിയോടുള്ള നിന്റെ ദേഷ്യം തീർക്കാൻ മേലാൽ എന്റെ കുഞ്ഞിനെ കരുവാക്കരുത്, കേട്ടോടി? അതെ, അതെന്റെ കൊച്ചുമോളാ. അതിനെന്തെങ്കിലും പറ്റിയ നിന്റെ കഥ അവസാനിപ്പിച്ച് കളയാൻ ഞാൻ പറഞ്ഞേക്കാം. നിന്റെ അമ്മായിയമ്മയുടെ ഒരു വേല കൂടി അങ്ങനെ പൊളിഞ്ഞു. സാവിത്രി തിളച്ച പാല് കുപ്പിയിലാക്കുന്നതിന്റെ വീഡിയോ നന്ദിനി എടുത്തോണ്ട് മോള് രക്ഷപ്പെട്ടു. ഇവിടെ പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടല്ലോ. ദീപാവലിയാണോ? ബാബു, ബാബു, എന്തുവാടാ? ആഹാ, അത് ശരി. കുഞ്ഞിനല്ല, അതിന്റെ അമ്മയ്ക്കാണല്ലേ വിശപ്പ്. അതെ, ഈ അമ്മയ്ക്കും ഏത് നേരം വിശപ്പ. അമ്മയുടെ കുഞ്ഞ് ഞാനല്ലേ. എനിക്ക് വിശക്കുമ്പോ അമ്മ എന്താ തരാ? പാലും വാത്സല്യവും മാത്രല്ല ഈ അമ്മ തരിക. ദാ ഈ ബിസ്ക്കറ്റും തരും. ഇതാ എന്റെ കയ്യിലുണ്ട്. ആഹാ, എല്ലാ അമ്മമാരും ഇത് കഴിക്കണം. പോഷക ഗുണങ്ങളെല്ലാം അടങ്ങിയ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത ഈ ബിസ്ക്കറ്റ്. ഇതാണ് അമ്മമാരുടെ സ്നേഹവാത്സല്യ മാജിക്. മോംസ് മാജിക്.
ജേട്ടാ എങ്ങോട്ട് പോകുന്നു? ഞാനൊന്ന് പുറത്തേക്ക് പോവാ ദേവി. ഈ കൈ വയ്യാതെയോ? ഏയ്, കൈക്കൊന്നും ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പോയിട്ട് വരാം. അതൊന്നും വേണ്ട ജേട്ടാ. വയ്യാതിരിക്കുമ്പോ പുറത്തു പോകുന്ന കാണുന്നത് എനിക്കെന്തോ ഒരു വിഷമോ. ദേവി ഒട്ടും വിഷമിക്കണ്ട, എനിക്കൊന്നും പറ്റില്ല. സത്യത്തിൽ എന്തിനാ ചേട്ടനിപ്പോ പുറത്തേക്ക് പോകുന്നത്? എനിക്ക് 1-2 സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങാനുണ്ട് ദേവി. അല്ല, ഞാൻ വാങ്ങിച്ചോണ്ട് തന്ന പോരെ? ഏയ്, എനിക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എനിക്കല്ലേ അറിയൂ. അത് ഞാൻ തന്നെ വാങ്ങിക്കൊണ്ടുവരാം. ചേട്ടൻ വാങ്ങാൻ പോകുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് പറയട്ടെ? ആ, എന്നാ പറയൂ. പെർഫ്യൂം, ഷേവിംഗ് സെറ്റ്, ഷേവിംഗ് ക്രീം, ബഡ്സ്, കാഷ്യൂനട്ട്, കാവിമുണ്ട്. മതി മതി. അപ്പോ എനിക്കിഷ്ടമുള്ള സാധനങ്ങളുടെ പേരൊന്നും നന്ദിനി മറന്നിട്ടേ ഇല്ല. എങ്ങനെ മറക്കും? ഇപ്പൊ അകന്നു പോയവരാണെങ്കിലും ഒരുമിച്ച് ജീവിച്ചവരല്ലേ നമ്മള്. അച്ഛനെ കാണാൻ ഔട്ട് ഹൗസിൽ ചെന്ന അമ്മ അതിവേഗം തിരികെ വന്നു. എന്നിട്ടെന്താ ചിന്താവിഷ്ടയായ ദേവിയെ പോലെ അങ്ങുമിങ്ങും ഉലാത്തുന്നത്? എന്തോ ഒരു കാര്യമുണ്ടല്ലോ. മയത്തിലത് ചോർത്തെടുക്കാം. എന്താണ്? എന്താ ഒരു ചുറ്റിക്കളിന്ന്? എന്താ മോളെ? എന്താ സംഭവം? എന്ത് സംഭവം? അതാ ചോദിക്കുന്നത്. ഡോക്ടറോടും അഡ്വക്കേറ്റിനോടും കള്ളം പറയരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സത്യം പറ. അത് ഡോക്ടറോടും അഡ്വക്കേറ്റിനോടും അല്ലേ? അതിന് നീ ഇത് രണ്ടും അല്ലല്ലോ. ഡോക്ടറാണല്ലോ. കാര്യം പറ. എന്ത് കാര്യാണെന്ന്? വൈകുന്നേരം അമ്മ അച്ഛന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നത് ഈ മകള് കണ്ടതാ. കുറച്ചു കഴിഞ്ഞപ്പോ തിരികെ വരുന്നത് ഞാൻ കണ്ടതാ. ഇതിനിടയ്ക്ക് എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുള്ള പോലെ എനിക്ക് തോന്നി. എന്താ അത്? പ്രത്യേകിച്ചൊന്നും ഇല്ല മോളെ. ഉണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.